കോൾപ്പാടങ്ങളുടെ ചാരുത ചന്തം ചാർത്തുന്ന ചാഴൂരിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ചാലു കീറിക്കഴിഞ്ഞു. ജനകീയ വിഷയങ്ങൾ ഉഴുതുമറിക്കുന്ന മണ്ണിൽ 100 മേനി കൊയ്യാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കരുവന്നൂർ പുഴ അതിരിട്ടൊഴുകുന്ന ചാഴൂർ, പ്രകൃതി ചായം ചാലിച്ച പുള്ളും ആലപ്പാടുമൊക്കെ ഉൾപ്പെടുന്ന കാർഷിക ഗ്രാമം. കൊടികുത്തിവാണ ജന്മിത്ത വ്യവസ്ഥിതിക്കെതിരെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യമാറ്റത്തിന്റെ തെളിനീരൊഴുക്കിയ നാട്, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലം. ക്രിസ്തുവർഷത്തിന്റെ 9ാം ശതകത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്ഥാപിതമായ പഴുവിൽ ഫൊറോന പള്ളി ഈ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിൽ കവിതകളും വ്യാകരണ ഗ്രന്ഥവും എഴുതി ലോകപ്രശസ്തി നേടിയ വിദേശ മിഷണറി അർണോസ് പാതിരിയുടെ അന്ത്യവിശ്രമ സ്ഥലവും ഇവിടെയാണ്. ആറാട്ടുപുഴ പൂരത്തിന്റെ മുഖ്യാതിഥിയായ തൃപ്രയാർ തേവരുടെ എഴുന്നള്ളത്തിന്റെ സിംഹഭാഗവും കടന്നുപോകുന്നതും ചാഴൂരിലൂടെ തന്നെ. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഏറെ പ്രസിദ്ധം. മാവിൻതോപ്പിൽ നിന്നും പുറപ്പെടുന്ന ചന്ദനക്കുടം നേർച്ചയും ഈ നാടിൻ്റെ ഒത്തൊരുമയുടെ നിറക്കാഴ്ചയാണ്. രാഷ്ട്രീയമായി ഇടതുകക്ഷികൾക്ക്, പ്രത്യേകിച്ച് CPIക്ക് സുശക്തമായ അടിത്തറയുള്ള പ്രദേശമാണ് ചാഴൂർ. 1953 പഞ്ചായത്ത് രൂപീകരണം മുതൽ ചാഴൂർ ചുവന്നു തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും LDFന് സമഗ്രാധിപത്യം. ആകെയുള്ള 18 വാർഡുകളിൽ CPI 8 വിജയം നേടിയപ്പോൾ 7 വാർഡുകളിൽ CPMും ചെങ്കൊടി പാറിച്ചു. കോൺഗ്രസ് 3 സീറ്റുകളിൽ ഒതുങ്ങി. ആദ്യം 3 വർഷം CPIയിലെ KV ഇന്ദുലാൽ പ്രസിഡന്റായി. മുന്നണി ധാരണ പ്രകാരം അവസാന 2 വർഷം CPMിലെ KS മോഹൻദാസിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറി. വികസന ക്ഷേമ രംഗങ്ങളിലെ തുടർച്ചയായ നേട്ടങ്ങളുടെ പട്ടികയാണ് ഭരണ നേതൃത്വത്തിന്റെ പ്രോഗ്രസ് കാർഡിലുള്ളത്. അതിൽ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ചവർക്കെല്ലാം വീട് നൽകാനായതാണ് പ്രധാന നേട്ടം. പഞ്ചായത്തിന്റെ നട്ടെല്ലായ കാർഷിക മേഖലയെയും ചേർത്ത് പിടിച്ചു. ചാഴൂർ പഞ്ചായത്തിലാണെങ്കിൽ ലൈഫ് മിഷനിൽ ഞങ്ങൾ ഇവിടെ അപേക്ഷ ലഭിച്ചിട്ടുള്ളതിൽ 244 പേർക്ക് ഈ 5 കൊല്ലത്തിനുള്ള 244 പേർക്ക് നമുക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൃഷിക്ക് വേണ്ടി ഉഴവൂലി ആയിട്ട് തന്നെ ഞങ്ങൾ ഒരു കോടികൾ തന്നെ കൊടുത്തിട്ടുണ്ട്. 5 കൊല്ലത്തിനിടയ്ക്ക് തന്നെ ഞങ്ങൾ ഓരോ വർഷവും ഒരു 10-70 ലക്ഷം രൂപയോളം ഉഴവൂലിക്ക് മാത്രമായിട്ട് കൃഷി രംഗത്ത് ഞങ്ങൾ ചെലവ് ചെയ്യുന്നുണ്ട്. 3200 വീടുകളിൽ കുടിവെള്ള കണക്ഷൻ നൽകിയത്, വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ, 2.5 കോടി ചിലവിൽ പൂർത്തിയാക്കിയ ഇൻഡോർ സ്റ്റേഡിയം, ഓപ്പൺ ജിം എന്നിവയും പട്ടികയിൽ മുന്നിലുണ്ട്. പുള്ളുമേഖലയുടെ വിനോദസഞ്ചാര സാധ്യതകളിലേക്ക് വികസനത്തിന്റെ ജാലകം തുറക്കാനായെന്നും ഭരണമുന്നണി അവകാശപ്പെടുന്നു. വടക്കൻ പുള്ളിൽ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ഒരു 83 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി അവിടെ നടപ്പാക്കാൻ പോവുകയാണ്. എന്നാൽ ഏറ്റവും അനുകൂല സാഹചര്യമായിരുന്നിട്ടും ചാഴൂരിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഭരണ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം. നടക്കാൻ പറ്റാവുന്ന ഒരു റോഡ് പോലും ഇവിടെ ഇല്ല. എന്നപോലെ ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഒരു നല്ല തോതിൽ കൃഷി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ ചാഴൂർ പഞ്ചായത്ത്. അതിൽ ഇപ്പോൾ വർഷങ്ങളായി തരിച്ചിടുന്ന സമ്പ്രദായമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമായി കർഷകർക്ക് ഒരു ആനുകൂല്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല. മരണപ്പെട്ടാൽ ബോഡി സംസ്കരിക്കാൻ പറ്റാവുന്ന ഒരിടം ഈ ചാഴൂർ പഞ്ചായത്തിലില്ല. വാർഡ് വിഭജനത്തിന് ശേഷം ചാഴൂരിൽ ആകെയുള്ള വാർഡുകളുടെ എണ്ണം 18-ൽ നിന്നും 19 ഉയർന്നു. വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ നേരത്തെ തന്നെ സംഘടനാ സംവിധാനമൊരുക്കി കളത്തിലിറങ്ങിയിരിക്കുകയാണ് UDF. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തല പദയാത്ര പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ എന്ത് പ്രചരണ കോലാഹലം ഉണ്ടാക്കിയാലും ചാഴൂരിന്റെ മനസ്സിലെ ചുവപ്പിന് മങ്ങലേൽക്കില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ഇന്നോളം ഇടതിനെ മാത്രം വിജയസിന്ദൂരം അണിയിച്ചിട്ടുള്ള ചാഴൂരിൽ ഇക്കുറി UDF നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കളത്തിലുണ്ട്. എങ്കിലും കർഷക സമരങ്ങളുടെ ചെഞ്ചോര ചുവപ്പണിഞ്ഞ മണ്ണിൽ മറ്റൊരു അത്ഭുതവും പ്രതീക്ഷിക്കേണ്ടെന്ന് LDF ഉറപ്പിക്കുന്നു.